ഏതായാലും ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇന്നത്തെ ഒരു സർവ്വകാല ഉയരം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിപണിയുടെ മുന്നോട്ടേക്കുള്ള അപ്ഡേഷൻസും അതിനോടൊപ്പം എക്സ്പെക്ടേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഇൻ ഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ സൃഷ്ടിച്ചിരിക്കുകയാണ്. 22,297.5 എന്ന നിലവാരത്തിൽ നിലവിൽ 0.15% നേട്ടം രേഖപ്പെടുത്തി 22,251 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ നിഫ്റ്റി 50യുടെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ ഒരു പുതിയ ഹൈയിൽ ഓപ്പൺ ചെയ്തെങ്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രദീപ് സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 114 പോയിന്റിന്റെ ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റ പ്രവണത നമുക്ക് നിഫ്റ്റി ബാങ്കിലും പ്രകടമാകുന്നുണ്ട്. 47,103 എന്നൊരു ഇൻട്രാഡേ ലോ ആണ്, ഇൻട്രാഡേ ഹൈ ആണ് ആദ്യ നിമിഷങ്ങളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് എന്നീ ഓഹരികളാണ് ഇന്നത്തെ ഈ ഒരു മുന്നേറ്റത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കുകളെല്ലാം തന്നെ ഒരു ശക്തമായിട്ടുള്ള പ്രവണത കാണിക്കുന്നുണ്ട്, മുന്നേറ്റ പ്രവണത കാണിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. 47,400ന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. സർ, ഇപ്പോൾ നിഫ്റ്റി IT-യിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി IT-യിൽ തുടക്കത്തിൽ ഏകദേശം 0.5% മുകളിൽ ഒരു നേട്ടം നിലനിർത്തിയിരുന്നു എങ്കിൽ പോലും നിലവിൽ ആ ഒരു നേട്ടത്തിന്റെ തോത് കുറയുന്നു എന്ന് തന്നെ പറയാം. 0.37% നേട്ടത്തിൽ 38,272.55 എന്നൊരു നിലവാരത്തിലാണ് നിഫ്റ്റി IT-യിൽ തന്നെയും സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിലവിൽ ഇപ്പോൾ അതിൽ ടോപ്പ് ഗെയിനറായിട്ട് നിലകൊള്ളുന്നത് L&T ടെക്നോളജിയാണ്. L&T ടെക്നോളജി ഇപ്പോൾ 2.45% നേട്ടത്തിൽ 5,482.3 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി 12-ന് 5,678.9 എന്നൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വലിയ തോതിൽ ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും തിരിച്ചൊരു ബൈങ് ഇൻട്രസ്റ്റ് ആണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ് ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് താമസിക്കാതെ തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. LTTSന്റെ കേസിൽ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ 5,600 രൂപയ്ക്ക് അടുത്ത് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 5,600 ആകുമ്പോഴേക്കും വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഇന്നത്തെ വിപണിയിൽ സാൽസർ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചിട്ടുണ്ട്. 639 രൂപ എന്നുള്ളൊരു റേഞ്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നൽകാൻ വേണ്ടി കൂടി സാധിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ്. ഈ കഴിഞ്ഞ വർഷം ആണെങ്കിൽ പോലും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തന്നെയാണ് ഇപ്പോൾ കമ്പനി നൽകിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ കോയമ്പത്തൂരിൽ കമ്പനി ഒരു സ്മാർട്ട് മീറ്റർ മാനുഫാക്ചറിംഗ് ബിസിനസ് ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇന്നത്തെ വിപണിയിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ സാൽസർ ഇലക്ട്രോണിക്സിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. നവംബർ മാസത്തിൽ 360 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് നിലവിൽ ഓൾമോസ്റ്റ് 620, 640 ആ റേഞ്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സോ കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. സർ, അതിനോടൊപ്പം ഇന്നിപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റിലയൻസിന് സാധിക്കുന്നുണ്ട്. 2,981 എന്ന നിലവാരം വരെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് 2,978.25 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം ചെയ്യുകയും ചെയ്യുന്നത്. റിലയൻസുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു ഓഹരിയിൽ
ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം വരണമെന്നുണ്ടെങ്കിൽ ഏത് ലെവലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? See, Reliance ഇൻഡസ്ട്രിയുടെ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ് ആൻഡ് കഴിഞ്ഞ 6-7 ആഴ്ചകൾക്കിടെ നിഫ്റ്റി 50ക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് റിലയൻസ് ഇൻഡസ്ട്രി. സോ റിലയൻസ് ഇൻഡസ്ട്രിയിൽ അല്ല പറഞ്ഞതുപോലെ തന്നെ അറ്റ് ദ മൊമെന്റ് ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത് ഒത്തിരി കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. 3000 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ ഫോർ ദ ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസ്. റിലയൻസിന്റെ പോലെ തന്നെ ഭാരതി എയർടെലിനെ സംബന്ധിച്ചും 1.41% ഒരു ഇടിവാണ് ഇന്നത്തെ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയൻസ് ആണെങ്കിലും ഭാരതി എയർടെലിനാണെങ്കിലും വോഡഫോൺ ആണെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ ഡാറ്റയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് നിലവിൽ 1.5% ഒരു ഇടിവോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ടും 6% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? At the Airtel, the long-term view is very, very bullish. But stock കഴിഞ്ഞ മാസം 1200 രൂപയുടെ പുതിയ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഒരു നല്ല കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 1060, 1080 ആ ഒരു റേഞ്ചിലോട്ട് സ്റ്റോക്ക് വന്നാൽ മാത്രമേ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സർ, എയർടെലിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി വോഡാഫോൺ ഐഡിയയാണ്. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഏകദേശം 7.36% നേട്ടത്തിൽ 17.5 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡ് യോഗം ചേരും എന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? വോഡാഫോണിന്റെ കേസിൽ നമുക്ക് ഫൈനാൻഷ്യൽസിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. പ്യോർ സ്പെക്കുലേഷൻ, പ്യോർ മൊമെന്റത്തിന് വേണ്ടിയാണെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിലെ പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 18 രൂപ എടുത്തുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടേണ്ടി വരും. അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ RVNL സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കഴിഞ്ഞ ദിവസത്തിന്റെ ആ ഒരു തുടർച്ച രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 3% അടുത്തൊരു നേട്ടത്തിൽ 267 രൂപ റേഞ്ചിലാണ് RVNL ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RVNL ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? RVNLന്റെ കേസിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 2 മാസത്തിനിടെ നമുക്ക് കാണാൻ ഇടയായത്. സോ കറക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 245 രൂപ സപ്പോർട്ടായിട്ട് വെച്ചുകൊണ്ട് കറന്റ് ലെവൽസിൽ തന്നെ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 280 രൂപയിലും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 300 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസസ്. സർ, അതിനോടൊപ്പം തന്നെ റെയിൽവേയിൽ നിന്നുള്ള IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. IRCTCയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്വിഗ്ഗി വഴി ഫുഡ് സപ്ലൈ ചെയ്യാനൊരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 4 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ ഒരു സൗകര്യം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗളൂരു, ഭുവനേശ്വർ, വിജയവാഡ, വിശാഖപട്ടണം എന്നീ സ്റ്റേഷനുകളിൽ സ്വിഗ്ഗി വഴി ഇന്ത്യൻ റെയിൽവേ IRCTCയുമായി കമ്പയർ ചെയ്തൊരു ഫുഡ് ഡെലിവറിക്കുള്ളൊരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ IRCTCയുടെ ഓഹരികൾ 1% നേട്ടത്തിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 1.89% നേട്ടത്തിൽ 953.3 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? IRCTCയുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ് ആൻഡ് പല റെയിൽവേ സ്റ്റോക്സ് കറക്റ്റ് ചെയ്തതുപോലെ തന്നെ IRCTCയുടെ കേസിൽ നമുക്ക് നല്ല കറക്ഷൻ കഴിഞ്ഞ 5-6 ആഴ്ചകൾക്കിടെ കാണാനിടയായി. സോ എഗെയിൻ RVNLനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേസിൽ മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഈ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 913 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. 1040 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട്
മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് റെയിൽ ടെൽ. റെയിൽ ടെല്ലിന്റെ കേസിലും കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നമ്മൾ നല്ല കറക്ഷൻ ആയിരുന്നു കാണാനിടയായത്. കറക്ഷൻ ഇസ് ഗെറ്റിംഗ് കംപ്ലീറ്റഡ്. നമുക്ക് കറന്റ് ലെവൽസിൽ വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം ഇന്നിപ്പോൾ പവർ ഗ്രിഡ് ഓഹരികളെ സംബന്ധിച്ച് 0.5% ഒരു ഇടിവ് നമുക്ക് പ്രകടമാകുന്നുണ്ട്. പവർ ഗ്രിഡ് ഓഹരികളിൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ടൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 281 രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. പവർ ഗ്രിഡിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പവർ ഗ്രിഡിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നു. ഇറ്റ് ഇസ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. സോ കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു മേജർ ട്രിഗർ, മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 300 രൂപയിലായിരിക്കും. ഓട്ടോ സെഗ്മെന്റിൽ നിന്നുള്ള അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഓട്ടോ കമ്പനികളെല്ലാം തന്നെ വലിയ തോതിൽ റിട്ടേൺസ് നൽകുമ്പോൾ പലപ്പോഴും ആ ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിക്കാത്ത ഒരു ഓഹരി കൂടിയാണ് അശോക് ലെയ്ലാൻഡ് എന്ന് പറയുന്നത്. നിലവിൽ 0.43% ഇടിവിൽ 172.25 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന 191.5 എന്ന നിലവാരമാണ് ഒരു 52 വീക്ക് ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരി ഇനിയും നിക്ഷേപകൻ കൈവശം സൂക്ഷിക്കേണ്ടതുണ്ടോ? അശോക് ലെയ്ലാൻഡിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിൽ ആയിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് ഏരിയ 160 രൂപ ആൻഡ് വളരെ ശക്തമായിട്ടൊരു മേജർ റെസിസ്റ്റൻസ് 190 രൂപയിലും കാണുന്നുണ്ട്. 190ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അടുത്തതായിട്ട് NMDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 0.17% നേട്ടത്തിൽ 239.4 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി 15 ഒരു പുതിയ 52 ഹൈ നിലവാരമായിട്ടുള്ള 252.4 എന്നൊരു നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വ്യൂ എന്താണ്? സോ NMDCയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഒരു പ്രോബ്ലം കാണുന്നില്ല. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓൺലി തിങ് ഇസ് ഈ കറന്റ് ലെവൽസിൽ ഞാൻ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം റിസ്ക് റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. പുതിയൊരു ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മേജർ ടാർഗറ്റ് ലെവൽ ആദ്യത്തെ 260 രൂപയായിരിക്കും. തിരിച്ച് ഞങ്ങൾക്ക് തരുന്നതിന് മുൻപ് അഡാനി വിൽമറിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ there has been a major breakout and here levels I think you can consider long positions. അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ ഓയിൽ ഇന്ത്യയുടെ ഓഹരികളെ സംബന്ധിച്ച് 1% ഇടിവ് നമുക്ക് പ്രകടമാണ്. 592 രൂപ 30 പൈസ എന്ന റേഞ്ചിലാണ് ഓയിൽ ഇന്ത്യ ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫാക്റ്റുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഓയിൽ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഈ ഫാക്റ്റുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ന് ഫാക്റ്റിന്റെ പ്രകടനം വിലയിരുത്തുമ്പോഴും 2% ഇടിവിൽ 804 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രണ്ട് ഓഹരികളിലും സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? See, Oil India's long-term trend very much bullish and stock trading നടത്തി വരുന്നു. It is at a record all-time high level. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അത്ര അഡ്വൈസബിൾ അല്ല. ഫാക്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും SIT കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ എത്തിയിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ദ കൺസോൾട്ടേഷൻ കറക്ഷൻ അവസാനിക്കുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 880. 880 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം.
സർ ജ്യോതി ലാബ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 0.12% ഇടിവിൽ 470.45 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 24 രേഖപ്പെടുത്തിയ 554 രൂപ എന്നതായിരുന്നു. അതിനുശേഷം വലിയ തോതിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം സർ കാണുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ കറക്ഷൻ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് സൂചന ലഭിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ്. ഒപ്പം ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏഞ്ചൽ വണ്ണിന്റെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് ഏകദേശം 2000 കോടി രൂപയോളം QIP വഴിയോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ വഴിയോ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏഞ്ചൽ ബ്രോക്കിംഗ് അല്ലെങ്കിൽ ഏഞ്ചൽ വൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? See, Angel One, the long-term trend is very much bullish, but stock കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുക. സോ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2800 രൂപ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. അതിനുശേഷം മാത്രമേ പുതിയൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സർ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 6% നേട്ടം നൽകിക്കൊണ്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 323.75 എന്ന നിലവാരത്തിൽ കഴിഞ്ഞ സെഷൻസ് ഒക്കെ പരിശോധിക്കുക ഏകദേശം 4 സെഷൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നേട്ടം നൽകുന്ന ഒരു ഓഹരി കൂടിയായി മാറിയിരിക്കുകയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ കാണുന്ന ലോങ് ടേം ആൻഡ് ഷോർട്ട് ടൈം ട്രെൻഡ് എന്താണ്? ഒത്തിരി ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, സെയിങ് ദാറ്റ് എൻറ്റയർ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി സ്പേസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ജിയോഫിൻ ആണെന്നോ. സോ ജിയോഫിൻ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോ എത്തിയിട്ടുണ്ട്. ഈ ഹൈ ലെവൽസിൽ ഞാൻ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഇന്ന് 0.22% ഇടിവ് പ്രകടമാകുന്നുണ്ട്. 383 രൂപ റേഞ്ചിലാണ് കല്യാൺ ജ്വല്ലേഴ്സ് ട്രേഡിംഗ് നടത്തുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു എൻട്രി എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ആയിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ്. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് 400-320 ഈ ഒരു റേഞ്ചിൽ അതൊരു കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. സോ കല്യാൺ ജ്വല്ലേഴ്സിൽ അറ്റ് ദ മൊമെന്റ് ഞാനൊരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. എങ്കിലും കല്യാൺ ജ്വല്ലേഴ്സിന്റെ കൂടെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പുതിയ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റോക്ക് ഇസ് മോട്ടി സൺസ് ജ്വല്ലേഴ്സ്. മോട്ടി സൺസ് ജ്വല്ലേഴ്സ് ഡിസംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 242 റുപ്പീസ് വരെ എത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് എ നൈസ് കൺസോൾട്ടേഷൻ. 170 രൂപയിലെ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. 200 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. 200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഓൾമോസ്റ്റ് ഒരു 30 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ ഏതായാലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. സാറിന്റെ ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ സാറിന്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? എന്റെ ഫോക്കസിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു മേജർ സ്റ്റോക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് അഡാനി വിൽമർ തന്നെയായിരുന്നു. ആൻഡ് അഡാനി വിൽമർ ഹാസ് ബ്രോക്കൺ ഔട്ട്. ബാങ്കിങ് മേഖലയിൽ സ്മോൾ സ്റ്റോക്സിൽ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന യെസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് IDFC ബാങ്ക്. വലിയ മേജർ സ്റ്റോക്സിൽ വന്നിരിക്കുന്നത് നാച്ചുറലി ഇറ്റ് ഇസ് HDFC ബാങ്ക്. പിന്നീട് യഥാർത്ഥ ഹോസ്പിറ്റൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പൊ ഇന്ന് ലിസ്റ്റിലോട്ട് ഇന്ന് ചേർത്തിരിക്കുന്ന ഇറ്റ് ഇസ് മെഡ് പ്ലസ് ഹെൽത്ത് കെയർ.
സോ മെഡ് പ്ലസ് ഹെൽത്ത് കെയർ, ഗാന്ധാർ ഓയിൽ, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ഒരു ലോങ്ങർ ടേം ഇൻവെസ്റ്റിംഗിന് വേണ്ടി ഞാൻ എസ്കോട്ട്സ് വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. വാല്യൂ ഇൻവെസ്റ്റിംഗിന് വേണ്ടി ബജാജ് ഫൈനാൻസും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു.